പുതുവർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2021 ജാനുവരി 1-ാം തീയതിയായിരുന്നു എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. ഇതിന് മുന്നേയൊക്കെ നമ്മൾ റിസൈൻ ചെയ്ത് പോകാമെന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലേ ഓഫ് വഴി ജോലി നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതും കറക്റ്റ് 1-ാം തീയതിയാണ് കമ്പനി ഈ വിഷയം നമ്മളോട് പറയുന്നതും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പുതുവർഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒത്തിരി സന്തോഷത്തോടും അല്ലെങ്കിൽ ഒത്തിരി പ്രതീക്ഷകളോടും നോക്കിക്കാണുന്നൊരു ദിവസമാണല്ലോ. ആ ദിവസം തന്നെ ഇത്രയും വലിയ ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ അറിയുന്നത് ഒരുപക്ഷെ നമ്മൾ ആ വർഷം തന്നെ ഒരു ഒരു നശിച്ച വർഷമായി പോകുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്താ പറയുക, ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് എന്നെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ച ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് മന്ത്ലി എഡ്യൂക്കേഷൻ ലോൺ EMI അടക്കണമല്ലോ. അതുകൊണ്ട് ഇനി ഇപ്പം എന്ത് ചെയ്യും, അയ്യോ ഇനി പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്തോ ദൈവം സഹായിച്ച ആ സമയത്ത് ഞാൻ ജിഞ്ചർ മീഡിയയിൽ ഈ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ ഫ്രീലാൻസും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളത് കൊണ്ട് എനിക്കെൻ്റെ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരിയിലാണ് ഞാൻ വേറൊരു കമ്പനിയിലേക്ക് മാറി ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ്സ് ഈ ഒരു എന്താ പറയുക, ഇപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ കമ്പനിയിൽ 9 പേരെ ഇപ്പം പിരിച്ചുവിട്ടു. ഈ ഒരു ഡിസിഷൻ ഒരുപക്ഷെ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു പൊസിഷൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ അവർക്കത് മുൻകൂട്ടി നമുക്കൊരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിലേ ഓക്കെ, നമുക്കും അതിനനുസരിച്ച് ലൈഫ് പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തളരരുത്. ഓക്കെ, ഒരു പക്ഷേ ആ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വാർത്ത ഇതായിരിക്കാം. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിനെക്കാട്ടിയും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ തേടിയെത്തുന്നത്. എന്തായാലും നിങ്ങളുടെ ദിവസം വരും. ഈ വർഷം തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ദിവസം നല്ലതല്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും ഇതിനേക്കാൾ നല്ല അവസരങ്ങളും നല്ല സാലറിയും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ന്യൂ ഇയർ വളരെ എന്താ പറയുക, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ. ഇതുപോലെ നിങ്ങൾക്കും അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഇതുപോലൊരു ബാഡ് ന്യൂസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.